സംഭവമാണല്ലേ, വളരെ ശ്രദ്ധിക്കണല്ലേ, അഗ്രസീവാണ്. തൊട്ടാൽ വിരലിൽ 2 കഷ്ണാവും. അടിപൊളി. എത്ര വലു ഇത് നല്ല കനണ്ടല്ലത്. എത്ര കിലോ വരും? ഇതൊരു 1,300 അല്ല, വലിയ ഞണ്ട്, പച്ചക്കാലം ഞണ്ട് അല്ലേ. നമ്മൾ വാട്ടർ ക്രാബിനെയാണ് എടുക്കുക. വാട്ടർ ക്രാബിന് എടുത്തിട്ട് അതിന് വേണ്ട മിനറൽസും ഫുഡും കാര്യങ്ങളും കൊടുത്തിട്ട് ആ മഡ് ക്രാബിനെ നമ്മൾ ആ വാട്ടർ ക്രാബിനെ നമ്മൾ മഡ് ക്രാബ് ആക്കി മാറ്റാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സെയിൽ ചെയ്യും. അപ്പൊ ഇതിപ്പോ ഇത്രയും വലിപ്പമുള്ള ഈ ഒരു ക്രാബിന് ഏകദേശം എത്ര രൂപയ്ക്ക് ഉണ്ടാവും? ഇതിപ്പോ നമ്മളൊരു വാറ് തുടങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ 1 kg പ്ലസ് ആണ്. ഇത് ഡബിൾ എക്സൽ കാറ്റഗറി വരുന്ന ഞണ്ടാണ്. 1 kg പ്ലസ്. അപ്പോൾ 1 കിലോയ്ക്ക് ഒരു ഞണ്ടിന് വന്നിട്ട് 3000 രൂപേന്റെ അടുത്തുണ്ട്. 3000 രൂപ അത്രയും വില വരുന്ന ഞണ്ടാണല്ലേ. ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ വാറ് കാരണമൊക്കെ ആയിട്ട് 2500 ആണ്. ഒരു 500 രൂപ കുറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് നല്ലൊരു പരിപാടിയാണ്, നല്ലൊരു ബിസിനസ് ആണ് അല്ലേ. ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പൊ കുറെ കാശ് എന്തായാലും പോകും, അല്ലെങ്കിൽ കാശ് പോകില്ല. അപ്പൊ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറെ കാര്യങ്ങൾ അറിഞ്ഞ് പഠിക്കാനുണ്ട്. അപ്പൊ അത് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനും പഠിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങളോട് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇത് ഞങ്ങളുടെ നാട്ടിലാട്ടോ, വള്ളിക്കുന്ന് തന്നെയാണ്. വള്ളിക്കുന്ന് വൈശാഖിന്റെ വീട്ടിലാണ്. അപ്പോൾ വൈശാഖേ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തരണം കേട്ടോ. ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ നല്ലൊരു യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മുതൽ മുടക്ക് ഉണ്ട് ഇല്ലേ സംഭവം? അത്യാവശ്യം ഒരു 1.5 ലക്ഷം രൂപയോളം ഈ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം കൂടി വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടുത്തെ എത്ര ഞണ്ടിന് വരെ ഈ ഒരു യൂണിറ്റ് വളർത്താൻ പറ്റും? 48 എണ്ണത്തിനെ വളർത്താന്ന് പറയാൻ പറ്റില്ല. ചെറിയ ഞണ്ടിനെ കൊണ്ടുവന്നിട്ട് വലുതാക്കുന്ന പരിപാടിയല്ല. വാട്ടർ ക്രാബിന് എടുക്കുക, അത് മഡ് ക്രാബ് ആക്കി മാറ്റാം. ഏകദേശം എത്ര ദിവസം വരും ഈ ഇത് മാറാൻ വേണ്ടിയിട്ട്? അത് നമുക്ക് 4 കാറ്റഗറി ഉള്ളത്: മീഡിയം, ബിഗ്, എക്സൽ, ഡബിൾ എക്സൽ. അപ്പോൾ അതിന് ഓരോ ദിവസങ്ങളാണ്. ഓരോ ദിവസം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 20 ദിവസം ഉണ്ടാവും, ചിലത് 40 ദിവസം ഉണ്ടാവും, ചിലത് 60 ദിവസം വരെ ചിലപ്പോൾ എടുക്കും. ചില സമയത്ത് ഇത് മഡ് ആയിരാന്നും വരും. ഇതെല്ലാം ഡിപ്പെൻഡാണ്. ഇതിൽ നമുക്ക് ലാഭം പോലെ തന്നെ നഷ്ടമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ യൂട്യൂബ് കാണുന്ന പോലെ ഒരു ഞണ്ടിന് ഒരു 500 രൂപയ്ക്ക് എടുത്ത് 20 ദിവസം കൊണ്ട് വളർത്തി 2000 രൂപ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നടപടി അവിടെ കേസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ലാന്നേ പറയുള്ളൂ. എല്ലാത്തിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അപ്പൊ ആ റിസ്ക്കും കൂടി നമ്മൾ പറയണം. നല്ല വശത്തും പറയുന്നതോട് കൂടി തന്നെ അതിന്റെ റിസ്ക്കും കൂടി പറയണം അല്ലേ. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു സംശയം, ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇത് കാണുകയാണ്. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ആദ്യമായിട്ട് അറിയാൻ വന്നതാണ്. അപ്പോൾ ഈ വാട്ടർ ക്രാബ്, ഇതിപ്പം എന്താ പറയുക, വാട്ടർ ക്രാബ് പറയുമ്പോൾ എന്താ സംഭവം? വാട്ടർ ക്രാബ് എന്ന് പറയുമ്പോൾ ഈ വാട്ടർ ക്രാബ് എന്ന് പറയുന്ന സംഭവം ഈ ഞണ്ട് ഇതിന്റെ വളർച്ചേന്റെ ഭാഗമായിട്ട് മോൾട്ടിങ് ചെയ്യും. മോൾട്ടിങ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഷെല്ല് മൊത്തം പൊഴിക്കും ഞണ്ട്. അതായത് മൊത്തം ഷെല്ല് പൊഴിക്കും. എന്നിട്ട് പുതിയ ഷെല്ല് എടുക്കും. അപ്പം ആ സമയത്ത് ഈ ഞണ്ടിന്റെ ഷെല്ലെല്ലാം വളരെ സോഫ്റ്റ് ആയിരിക്കും, വളരെ പഞ്ഞി പോലെ. അപ്പം അത് നമ്മൾ പുഴയിലാവുന്ന സമയത്ത് അവിടെ ചളീൻ്റെ ഉള്ളിലൊക്കെ പൂന്നിരുന്ന് ബാക്കിയുള്ള ഭക്ഷണത്തിനും ബാക്കിയുള്ള വെള്ളത്തിനൊക്കെ മിനറൽസ് വലിച്ചെടുത്തിട്ട് അവരങ്ങനെ ബോഡി ടൈറ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ വാട്ടർ ക്രാബിനെ എടുക്കുമ്പോൾ മിക്കവാറും ഇവിടെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഈ ഭാഗത്താണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഈ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഞെക്കുണ്ടാവും. അതിനാണ് നമ്മൾ ഇല്ല, ഇത് മഡായിട്ടുണ്ട്. അപ്പം അതിന് നമ്മൾ വാട്ടർ ക്രാബിനെ എടുക്കുക. അതിന് വേണ്ട ഫുഡ്, മിനറൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സംവിധാനം വെച്ചിട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ സെറ്റാക്കിയിട്ട് കൊടുക്കുക. ഇപ്പൊ ഈ വാട്ടർ ക്രാബ് ആകുമ്പോൾ തീരെ വില ഉണ്ടാവില്ല. തീരെ വില ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് റേറ്റ് കുറവായിരിക്കും. അപ്പോൾ അതിന് മഡാക്കുമ്പോഴാണ് ഈ ഒരു വില കിട്ടുന്നത്. അപ്പോൾ അതിന് ഭക്ഷണമൊക്കെ കൊടുക്കണ്ടേ? ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ കാലത്തും വൈകിട്ടാണ് കൊടുക്കാറ്. മീനാണ് കാര്യമായിട്ട് കൊടുക്കുക. മീനാണ്. അപ്പം എപ്പോഴും ഒരേ മീൻ തന്നെയാകുമ്പോൾ ഇവർക്ക് മടുക്കും. അത് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ കഴിക്കൂല. എന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓരോ ആൾക്കാരെ ഓരോ വ്യത്യസ്തമായിരിക്കും. ഞാൻ എന്റെ കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. ശരിക്കും പുഴയിലുണ്ടാവുന്നതല്ലേ? അല്ലല്ല, പുഴയിലേ ഇതുണ്ടാവും. ഒരു വെള്ളം വേണം. ഇത് അത്യാവശ്യം ഔഷധ ഗുണമൊക്കെയുള്ള സംഭവമാണ്. കാൽസ്യം കൂടുതലുള്ള ഞണ്ടല്ലേ. അതാണ് ഇതിന്റെ റേറ്റ് കൂടാൻ കാരണം. അപ്പോൾ ഇതിലിങ്ങനെ ഓരോന്നിനും സെറ്റാക്കി വെച്ചാൽ എങ്ങനെയാണ് ഇതിന്റെ പരിപാടികളൊന്ന് ചെറുതായിട്ടൊന്ന് ആയിക്കോട്ടെ. ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നത് റാസ് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. അല്ലാണ്ട് തന്നെ ബക്കറ്റ് സിസ്റ്റം ചെയ്യും. പിന്നെ നമ്മൾ പുഴയിലാണെങ്കിൽ ഡ്രമ്മിൽ ഞണ്ടിനെ ഇറക്കിയിട്ട് ചെയ്യും. ഇതിപ്പോൾ റാസാണ് ചെയ്യുന്നത്. റാസ് എന്ന് പറയുമ്പോൾ റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം എന്നാണ് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത്രയും ഞണ്ടിനെ നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു 1300 ലിറ്റർ വെള്ളത്തിനടുത്താണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ വെള്ളം തന്നെ റീസർക്കുലേറ്റ് ചെയ്തിട്ടാണ് പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതിനെ രണ്ട് ടൈപ്പ് ഫിൽട്രേഷനാണ് കാര്യമായിട്ടുള്ളത്. ഇതൊന്ന് മെക്കാനിക്കൽ ഫിൽറ്ററാണ്. ഇത് ഈ ഞണ്ടിൻ്റെ കൂട്ടിൽ വരുന്ന വേസ്റ്റ്, ഇതിൻ്റെ കാട്ടം, മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ട് സ്റ്റോർ ചെയ്യും. അടിയിലേക്ക് ഈ ടാങ്കിൽ വരിക. ഈ ടാങ്കിൽ നിന്ന് ഒരു സബ്മേഴ്സിബിൾ മോട്ടർ വെച്ചിട്ട് നമ്മൾ നേരെ വേറൊരു കാനിസ്റ്റർ ടൈപ്പ് ഫിൽറ്റർ ഉണ്ട്. ഈ ഫിൽറ്റർ നമ്മളിവിടെ മേക്ക് ചെയ്താണ്. അപ്പോൾ ഇതിലൊരു 8 തരത്തിൽ കൂടുതൽ ഫിൽറ്റർ മീഡിയാസ് ഉണ്ട്. അതിലൂടെ എല്ലാം വെള്ളം ഫിൽറ്ററായി വന്നിട്ട് ഈ ടാങ്കിലേക്കാണ് വരിക. ഇതിലാണ് നമ്മളെ കാര്യമായിട്ടുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത്. ഇവിടെ വെച്ചിട്ടാണ് അമോണിയൻ്റെ ഒരു
കൺവേർഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അമോണിയാണ് ഇതിന് ഏറ്റവും പ്രശ്നക്കാരൻ. അതിവിടെ വെച്ചിട്ട് ഇല്ലാതെ ക്ലിയർ ആക്കും. അത് കഴിഞ്ഞിട്ട് ആ വെള്ളം നല്ല പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മൾ നേരെ ഈ ടാങ്കിലേക്കാണ് എടുക്കുക. ഇതിൽ നല്ല കംപ്ലൈൻറ്റും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മളൊരു ഓസോൺ ഫിൽറ്റർ ഉപയോഗിക്കുന്നുണ്ട്, UV ഫിൽറ്റർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം തണുപ്പിൻ്റെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഹീറ്റർ വെച്ചെടുക്കും. ഈ വെള്ളം നേരെ മുകളിലേക്ക് നേരെ സിസ്റ്റത്തിലോട്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അതാണ് ഈ സിസ്റ്റത്തിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. അതാകുമ്പോൾ കുറച്ച് വെള്ളത്തിൽ ഈ ഒരു വെള്ളം തന്നെ മതി, കൂടുതൽ വെള്ളം ആവശ്യം. ഞാനൊരു 15 ദിവസത്തിൻ്റെ ഇടയിൽ ഒരു 1/4 വെള്ളം ചേഞ്ച് ചെയ്യും. അപ്പോൾ ഒരു 1200 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസം കൂടുമ്പോൾ ഒരു 300 ലിറ്റർ വെള്ളം മാറ്റി കൊടുക്കുക, എന്നിട്ട് വീണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ ഇത് എന്ത് വെള്ളമാണ് ശരിക്കും? കടൽ വെള്ളമാണ് ഇതിനെ? ഒരു വെള്ളം അല്ലെങ്കിൽ കടൽ വെള്ളം തന്നെ വേണം. ഞാനിവിടെ കടലിൽ പോയി വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഞാൻ ചെയ്യാറ്. ശരിക്കും കടലിന്റെ അടുത്താണ്, 2 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പോൾ നമുക്കിപ്പം അങ്ങനത്തെ ചെയ്യാൻ തുടങ്ങുന്ന ആളുകൾക്ക് ഈ കടൽ പ്രദേശത്ത് തീരദേശത്താവും കുറച്ചുകൂടി നന്നാവും അല്ലേ? അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ നമുക്ക് കടൽ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് കുറച്ച് മിനറൽ മിക്സ് ആഡ് ചെയ്തിട്ട് കടൽ വെള്ളം പോലെ ഇവർക്ക് ആവശ്യമുള്ള മിനറൽസ് അതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യമായിട്ട് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ചൊരു 10 എണ്ണത്തിൽ താഴെയായിട്ട് എടുത്ത് ചെയ്ത് നോക്കി പ്രാക്ടീസായി സെൽഫ് കോൺഫിഡൻസ് വന്നതിൻ്റെ ശേഷം മാത്രം വലുതിലേക്ക് പോവുക. അല്ലെങ്കിൽ ഞാൻ ഗ്യാരണ്ടിയാണ് പണി പോകും. നിങ്ങളിപ്പോൾ എത്ര വർഷമായെന്ന് പറഞ്ഞാൽ? ഞാനിപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഒരു 5 മാസമായിട്ട്. പഠനം നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. അതിൻ്റെ പഠനം നടക്കാൻ ഞാൻ മസ്കറ്റിലുള്ള സമയത്ത് ഇതിൻ്റെ പിറകിലുണ്ട്. അവിടെ നിൽക്കുമ്പോൾ ഒരു 9 മാസം മുന്നേക്ക് ഇതിൻ്റെ പിറകിലുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലാസ് ആവശ്യമുള്ളവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിച്ച് വരുന്ന ആളുകൾക്ക് ഇതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വൺ ഡേ ഇവർക്ക് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളെന്നുള്ളത് ബേസിക് മുതൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യാനായാലും എങ്ങനെയായാലും അതിന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇത് കുറേ മുന്നേ തന്നെ ഒരു 9-10 കൊല്ലം മുന്നേയൊക്കെ തന്നെ ഇത് ഇന്തോനേഷ്യയിലൊക്കെ കുറേ ഭയങ്കര വലിയ സെറ്റപ്പിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഫാം ആ രീതിക്ക് തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. സെറ്റപ്പ് ചെറുപ്പം തൊട്ടായി കുട്ടികളെ എടുത്തിട്ട് ഹാച്ചറി സെറ്റപ്പ് ആയിട്ട് അവർ കുറേ മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നാട്ടിൽ ഒത്തിരി പേര് ചെയ്തു വരുന്നുണ്ട്. നോക്കി കണ്ട് ചെയ്യണം. ഏതൊരു മേഖലയ്ക്ക് അതിൻ്റെതായ റിസ്ക് ഉണ്ട്, ഇതിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ അറിഞ്ഞും പഠിച്ചൊക്കെ ചെയ്താലും നല്ലത് തന്നെയാണ് അല്ലേ? അത്യാവശ്യം നല്ല പൈസയ്ക്ക് വിൽക്കാനൊക്കെ പറ്റുമല്ലോ അല്ലേ? ചെറിയൊരു പൈസയ്ക്ക് വാങ്ങിയിട്ട് കുറച്ച് പിന്നെ ഹോൾഡ് ചെയ്ത് അതിൻ്റെ കാര്യത്തിൽ തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തി ഇതുപോലെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ളൊരു പുതിയൊരു സംഭവം ഞങ്ങൾ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചെന്ന് മാത്രം. വൈശാഖ വളരെ സന്തോഷം ഇത് കാണാനും നിന്നെ പരിചയപ്പെടാനും കഴിഞ്ഞതിൽ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.